തൂക്കുകയർ കാത്തു കിടക്കുകയാണ്. ഈ പാതിരാത്രി വക്കീലെണ്ണം വന്നിരിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ്. മറ്റേ ലവളില്ലേ, മാടമ്പള്ളിയിലെ മനോരോഗി, അവർക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ 63/2026 നമ്പർ എഫ്ഐആർ ആയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന വകുപ്പ് BNS 108 ആത്മഹത്യാ പ്രേരണ എന്നുള്ളതാണ് വകുപ്പ്. ആത്മഹത്യാ പ്രേരണയിൽ കൊലക്കുറ്റമൊന്നുമല്ലല്ല എന്ന് പറയാനാണെങ്കിൽ തെറ്റിയടേ. ആത്മഹത്യാ പ്രേരണയ്ക്ക് 10 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, ബെയിൽ കിട്ടില്ല. പിന്നെ വിചാരണ നടക്കുന്നത് സെഷൻസ് കോടതിയാണ്. സെഷൻസ് കോടതി ആയതുകൊണ്ട് തന്നെ ഇവർ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കുന്നത് മജിസ്ട്രേറ്റ് കോടതിയാണ്. മജിസ്ട്രേറ്റ് കോടതിക്ക് സെഷൻസ് കോടതിയിൽ വിചാരണ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ ഷിംചിത അകത്ത് തന്നെ കിടക്കും. അപ്പോൾ വിചാരിക്കും, ആത്മഹത്യ പ്രേരണ തെളിയിക്കാൻ വലിയ പാടല്ലേ, അതൊക്കെ എങ്ങനെ തെളിയിക്കാം? എൻ്റെ പൊന്നു മക്കളെ, പോലീസ് വിചാരിച്ച എല്ലാ കേസും പുല്ലുപോലെ തെളിയിക്കാൻ പറ്റും. ആത്മാർത്ഥമായിട്ട് വിചാരിക്കണം. ഫോറൻസിക് എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ്, സാക്ഷിമൊഴികൾ, അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവളകത്ത് തന്നെ കിടക്കും. പിന്നെ നമ്മളൊക്കെ ഇല്ലേ, അനീതി കാണുമ്പോൾ ഇടപെടുന്ന നമ്മളെപ്പോലുള്ള നല്ല ചങ്കുകളില്ലേ, അവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ശിക്ഷ ഉറപ്പാണ്.